ഇത് കേൾക്കണേ, ഇത് കേൾക്കണം. കാരണം ഇപ്പോൾ നെറുക്കെടുപ്പിലൂടെ സ്ത്രീകൾ മുന്നോട്ട് വന്ന കേരളത്തിൻ്റെ പഞ്ചായത്ത് ഇലക്ഷനാണ്. അങ്ങനെയാണ് ഇവരിറക്കുന്നത്. ഇവരും വേറെ ആരും ഇറക്കിയിട്ടുണ്ട്. എന്തോ ടാലൻ്റ് കുന്തോ കുറച്ചൊക്കെ എന്തോ പറഞ്ഞ് കേൾക്കണേ. നമുക്ക് ഒരു കാര്യമുണ്ട്, മലബാറില് ഒരു പ്രശ്നം കാണുന്ന എല്ലാവർക്കും ആഗ്രഹവും ആശയമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. മതേതരമുള്ള ഒരു പാർട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു എല്ലാവർക്കും വേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പം ഇത് മലബാർ ഏരിയയിൽ ഒരു ന്യൂനപക്ഷത്തിനോട് വേറെ പാർട്ടി ഉണ്ടല്ലോ, അവിടെ ആ പാർട്ടി ഉണ്ടല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥി അത് ശരിയല്ല. ഇവിടെയും ന്യൂനപക്ഷം വളരണം, ഇവിടെയും അവർക്ക് സ്ഥാനം കൊടുക്കണം. അല്ല, അങ്ങനെയല്ല. മലബാർ ഏരിയയിൽ വേറെ പാർട്ടിയിൽ നിങ്ങൾ പറയരുത്. അത് എന്റെ എന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ പാർട്ടി, മറ്റേത് വേറെ പാർട്ടി, ഇതൊരു മതേതരമായ പാർട്ടിയിലോട്ട് നമ്മളിത് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനിയും മുന്നോട്ട് അവരെ ഇതാക്കണം. അവിടെ പറയാൻ പാടില്ല മലബാറില് പരിഗണന, അവിടെ വേറെ പാർട്ടിയുണ്ട്, അവര് സ്ഥാനാർത്ഥി ഉണ്ട്, അതല്ലല്ലോ. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ അതുകൊണ്ടല്ല നമ്മളിവിടെ അതല്ല ഞാൻ പറയുന്നത് പറഞ്ഞാൽ അവിടെ ഒരു പാർട്ടി ഉണ്ടാവുമ്പോൾ നമ്മൾ പറയണം ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അവിടെ ഇവിടെ ആവശ്യമില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? ഞാൻ ഒന്നും ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ മലബാർ ഏരിയയിലും നമുക്ക് വേണമല്ലോ. നിങ്ങൾക്ക് മനസ്സിലായനാ ഈ ലേഡി പറഞ്ഞത്? എന്തായാലും നല്ല കാര്യം തന്നെ. കാരണം ഝാൻസി റാണിയും പൂലം ദേവിയിലും അതേപോലത്തെ ആൾക്കാർ ഇനിയും വരട്ടെ. പക്ഷെ ഇതുപോലെ ഹൈക്ക് പോയത് വരണോ? അതാ ചോദ്യം. അപ്പോൾ മലബാറിനാ പറഞ്ഞ, മലബാറിൽ കാസർഗോഡ് വരെ ഇപ്പോൾ പെട്ട്. ആദ്യം 1956 കാസർഗോഡൊന്നും ഇല്ല. അപ്പോൾ കാസർഗോഡും എല്ലാത്തിനോടാ പറയുന്നത്, ലീഗുകാരോടും SDP പറയുന്നത്. INL ആയാലും ശരി. കാരണം കാല് അപ്പുറം മാറുന്ന കുറേ ബനാത്വാദിയും കുറേ ആൾക്കാരെല്ലാം. അപ്പോൾ അപ്പുറം മാറുമ്പോൾ ഈ ഈ ഗ്രേറ്റ് വുമൻ കോൺഗ്രസിൻ്റെ പുതിയ എന്തോ എങ്ങനെ പറയുമോ? നിങ്ങൾക്ക് മനസ്സിലായിനാ? ഇന്ത്യൻ സിറ്റീസിന് മനസ്സിലായിന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ INL കണക്കാണ്, IML കണക്കാണ്, SDP കണക്കാണ്. എല്ലാവരുടെ കാര്യത്തിനും ഒരു തീരുമാനമായി. ന്യൂനപക്ഷ ഏത് ന്യൂനപക്ഷ നിങ്ങൾ കൊണ്ടാടുന്നാൽ മതി. മുസ്ലിം ലീഗിനെ ന്യൂനപക്ഷമാക്കിയിട്ട്. നമുക്ക് ന്യൂനപക്ഷമൊന്നുമല്ല, നമുക്ക് മലബാർ ഏരിയ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ തന്നെയാണ്. വാങ്ങാത്തോലി അതിൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമ്മളതിൽ മതങ്ങളില്ല, വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെല്ലാമാണ് നീ പറഞ്ഞിളക്കുന്നത്? TV-ക്കാരന് മുന്നിൽ പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനായി സ്ഥാനം എടുക്കുന്നത്? പറയാനുണ്ടെങ്കിൽ കട്ടക്ക് പറയാം, ഇല്ലെങ്കിൽ അനങ്ങാണ്ടിക്കെ പൊരക്കിരിക്കുക. ഇത് നാട് നന്നാക്കാൻ ഇറങ്ങണോ?